ഇത്ര ഭംഗിയുള്ളതും സൗന്ദര്യമുള്ളതും റോഡിന് വളരെ അടുത്തുള്ളതുമായ ഒരു വീട് എറണാകുളം ജില്ലയിൽ ഇത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. മെയിൻ റോഡിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന ഭംഗിയുള്ള വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. സ്ഥലം എവിടെയാണെന്നല്ലേ? എറണാകുളം ജില്ലയിലെ ആലുവ പുക്കാട്ടുപടി റൂട്ടിൽ കുഞ്ചാട്ടുകര എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 30 വില്ലകൾ വരുന്ന വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്കിക്കോളൂ. വൈഡ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ് കാണാൻ പറ്റുന്നത്. 3.5 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതേ ഡിസൈൻ തന്നെയാണ് മതിലിനും കണ്ടിന്യൂ ചെയ്തു വരുന്നത്. സ്പോട്ട് ലൈറ്റുകളും ഷോലാംസും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഗേറ്റും മതിലും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ ആണെങ്കിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് എളുപ്പം കയറിക്കൊടുന്ന ഒരു ഡിസൈൻ ആണ്. ഒരു തവണ കണ്ടാൽ നമുക്ക് ഈ വീട് തന്നെ മതി എന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന അതുപോലെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ബ്രിക്ക് മോഡലുള്ള ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ബാൽക്കണിയുടെ പോർഷനിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് ബ്രിക്ക് മോഡലുള്ള ടെക്സ്ചർ വർക്കുകൾ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ നോക്കിക്കോളൂ. ബാൽക്കണിയുടെ പോർഷനിലൊക്കെ ആണെങ്കിലും പാനലിംഗ് വർക്കുകൾ എല്ലാം കൊടുത്ത് എ ഷേപ്പ് കാറ്റഗറി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഭംഗിയായിട്ടും സ്റ്റൈലായിട്ടുമാണ് ഈ കാണുന്ന വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ടൈല് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഒന്നാമത്തെ കാറ് കവേർഡ് ആയിട്ടുള്ള ഈ ഒരു കാർ പോർച്ച് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. രണ്ടാമതൊരു കാര് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് പാർക്കിംഗ് സ്പേസ് കിട്ടുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ എൻഡ് പോർഷനിലായിട്ട് പ്ലാന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡിലും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഏരിയ സ്പേഷ്യസ് ആണ്. ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ടിനകത്ത് എൻട്രി ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിലും ഇവിടെയും നമുക്ക് പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ബാക്ക് സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഏരിയയിൽ അവിടെയായിട്ട് നമുക്ക് ഫ്ലോർ കുറച്ച് ഹൈറ്റിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിനപ്പുറത്തായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. നമുക്ക് ഇതൊരു ചെറിയ പാറ്റിയോ ഏരിയയുടെ ഫ്ലോർ ആണ് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് എൻട്രൻസ് കിട്ടുന്നതാണ്. കിണർ കഴിഞ്ഞ് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ഫ്ലോർ നമുക്ക് വർക്ക് ഏരിയയ്ക്കായിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്ലോർ ചെയ്തിട്ടിട്ടുണ്ട്. കിച്ചന്റെ ഭാഗങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ് വീടിന്റെ ബാക്ക് സൈഡിൽ കിട്ടുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ഇങ്ങനെയാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. നിങ്ങൾ കാർ പോർച്ചിന്റെ റൂഫ് ഒന്ന് നോക്കിക്കോളൂ. സിമ്പിൾ ആയിട്ടാണെങ്കിലും ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകളും ലൈറ്റുകളും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വുഡൻ ഐറ്റംസ് ഡോറ് വിൻഡോസ് ഒക്കെ നോക്കുവാണെങ്കിൽ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 2 പീസിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് ഡോറിന്റെ ഫേസിങ് വരുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലുകളാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 9 അടി വീതിയുമാണ് കിട്ടുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ ഒരു പോർഷനിൽ പാനലിംഗ് വർക്കുകളും വരുന്നുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് റൂഫിലുള്ള വർക്കുകളും ഡിസൈനുകളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. TV വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ നല്ലൊരു ഡിസൈനിലാണ്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും കിട്ടുന്നുണ്ട്. അവിടെയും ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഹാവൽസിലും വി-ഗാർഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലൊരു ഡിസൈൻ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. CNC കട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്പുകളൊക്കെ നോക്കിക്കോളൂ. നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്നത്. വുഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലുകളാണ്. അവിടെ നിങ്ങൾക്ക് ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടൊരു സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. സ്റ്റെപ്പുകളുടെയൊക്കെ ഹാൻഡ് റൈൽസ് എടുത്ത് പറയേണ്ടതാണ്. വളരെ മനോഹരമായിട്ടും ഭംഗിയുള്ള ഡിസൈനിലുമാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ അവിടെയായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ. ഒരു 2 സ്റ്റെപ്പ് ആയിട്ടാണ് ഭംഗിയായിട്ടാണ് ആ വാഷ് ബേസിന്റെ ഒരു സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് കബോർഡും കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 10 അടി നീളവും 9.5 അടി വീതിയുമുള്ള ഡൈനിങ് ഹാളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു പോർഷൻ നമ്മൾക്ക് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന റൂഫിന്റെ ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ഒരു ഷാൻലിയർ അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു പാറ്റോ ഏരിയ ഉണ്ട്. അവിടേക്ക് ഇറങ്ങാനായിട്ട് ഇതുപോലെ സ്ലൈഡിംഗ് മെത്തേഡിലാണ് ഗ്ലാസ് ഡോർ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ വരുന്നത് ഇവിടെയായിട്ടാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം. ഓപ്പൺ കിച്ചൺ ആണ്. എൻട്രൻസിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. അതിന് താഴെ ബ്ലാക്ക് കളറിലാണ് പാനലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയായിട്ട് ചെറിയൊരു വുഡൻ ആയിട്ടുള്ള ക്രോക്കറി ഷെൽഫ് കൂടി കിട്ടുന്നുണ്ട്. കിച്ചൺ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെയും കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്.
കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ചുറ്റിനും ആവശ്യത്തിന് വിൻഡോസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. റൂഫിലാണെങ്കിലും നല്ലൊരു ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോറ് തുറന്നാൽ നമുക്ക് പുറത്തേക്ക് വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള ആ ഒരു ഫ്ലോറിംഗ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. താഴെ നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റ് ആണ് വരുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് കാണാം. ഇവിടെ നിങ്ങൾക്ക് ടൈൽ എല്ലാം വരച്ചിട്ട് ഒരു ബേ വിൻഡോ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള 2 വിൻഡോസ് ഈ ഭാഗത്താണ്. എല്ലായിടത്തും തന്നെ നമുക്ക് ഇതുപോലൊരു ഡ്രോ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഒന്നിച്ച് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ 2 പോർഷനിൽ മാത്രമായിട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് LED ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സൗകര്യമായിട്ടൊക്കെ ബാത്റൂം ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ടൈലുകൾക്ക് വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഫെസിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടോളൂ, വളരെ ഭംഗിയായിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് നമ്മുടെ ഹാൻഡ് റൈൽസിന്റെ ഡിസൈൻ ആണ് ഈ ഒരു ഏരിയ ഏറ്റവും ഭംഗിയാക്കുന്നത്. അവിടെ ഒരു ഷാൻലിയർ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന മെത്തേഡിൽ ഭംഗിയായിട്ടാണ് വിൻഡോസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ഹാളാണ്, ഒരു ചെറിയൊരു പാസേജിൽ നിന്ന് നമുക്ക് വരാം. പാസേജ് ഒരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആണ്. ആവശ്യത്തിന് മാത്രമുള്ള LED ബൾബുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു റീഡിംഗ് റൂം കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനും അവരുടെ ബുക്സ് ഒക്കെ അടുക്കി വെക്കാനും അതിൽ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യണമെങ്കിലും ഒക്കെ നല്ലൊരു സ്പേസും ഒരു ഡ്രോയും ഒക്കെ ഇവിടെ കൊടുത്തിട്ട് ടേബിൾ ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എയർ സർക്കുലേഷൻ ആയിട്ട് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഡോർ തുറന്നാൽ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂം കംപ്ലീറ്റ് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിൽ ചെറിയ 2 ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. ചുറ്റിനും നിങ്ങൾക്ക് നോക്കിയാൽ വിൻഡോസ് കാണാം. അതുപോലെ തന്നെ ഫുഡ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ വിൻഡോസിന്റെ താഴെയായിട്ട് ഇതുപോലെ നമുക്കൊരു ഡ്രോ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും കൂടെ ഒന്നിച്ച് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അവിടെ നല്ല മാറ്റ് ഫിനിഷോട് കൂടിയിട്ട് സ്റ്റാൻഡേർഡ് ആയ കളറിലാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഒക്കെ അത്യാവശ്യം സൗകര്യം കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. മൂന്നാമത്തെ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 8.5 അടി വീതിയുമാണ് കിട്ടുന്നത്. ഇവിടെയും നമുക്ക് ആവശ്യത്തിന് വിൻഡോസ് കിട്ടുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഡ്രോസ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാറി സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട്. എക്സ്ട്രാ നമുക്ക് കുറച്ച് സിലിണ്ടറിക്കൽ ലൈറ്റുകൾ കൂടി ഈ ഒരു ബെഡ്റൂമിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല ഹൈറ്റിലാണ് വലിയൊരു വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഇവിടെ മാറ്റ് ഫിനിഷോട് കൂടി നല്ലൊരു ടൈല് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു റൂം നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാൽക്കണിയുടെ ഭാഗത്തായിട്ട് ഇതുപോലൊരു റൂം കിട്ടുന്നുണ്ട്. ഹോം തിയേറ്റർ ആയിട്ടോ നിങ്ങളുടെ സൗകര്യത്തിന് എന്തായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റൂം യൂസ് ചെയ്യാം. അത്യാവശ്യം വേണമെങ്കിൽ ഒരു ബെഡ്റൂം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ട് റൂഫിലൊക്കെ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഡോറിന്റെ പോർഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാൽക്കണി കിട്ടുന്നുണ്ട്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഹാൻഡ് റൈൽസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പൂക്കാട്ടുപടി റൂട്ടിൽ കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. വെറും 300 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിലേക്ക് നല്ലൊരു ജംഗ്ഷനിലേക്കും ഷോപ്പുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഡിസ്റ്റൻസ് വരുന്നത്. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് വെറും 2 കിലോമീറ്റർ, ആലുവയിലേക്കാണെങ്കിൽ 7.4, ഇൻഫോ പാർക്കിലേക്ക് 12, ഇടപ്പള്ളിയിലേക്ക് 13. എയർപോർട്ട് വളരെ ഈസിയാണ്. വെറും 14 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. 30ഓളം വില്ലകൾ വരുന്ന വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീട് വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിസ്റ്ററി ഉള്ള ഒരു വില്ല പ്രൊജക്ട് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും വൈകരുത്. 3.5 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സൗകര്യവുമുള്ള ഈ ഒരു വീടിന് 79 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്.
79 lakhs എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലും ഈ വീട് ലഭ്യമാണ്. ഒട്ടും വൈകണ്ട, ഞങ്ങളുടെ സ്ക്രീനിലുള്ള നമ്പറുകളിൽ വിളിക്കുമ്പോൾ ഫോൺ എടുത്തില്ല എങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.